പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലഹരി വരുത്തിവെക്കുന്ന ദോഷങ്ങൾ. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വാളാഞ്ചേരിയിൽ 9 പേർക്ക് HIV ബാധ. അതെങ്ങനെയാണെന്നല്ലേ? ഒരേ സിറിഞ്ചിൽ നിന്ന് ഇവർ മാറി മാറി മയക്കുമരുന്ന് കുത്തിവെച്ചു. 6 മലയാളികളും 3 അന്യസംസ്ഥാന തൊഴിലാളികളും. ഇവരെല്ലാം യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്. ആരോഗ്യവകുപ്പിൻ്റെയും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും വിശദമായ പരിശോധനയിലാണ് HIV കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ എത്ര ഭയാനകമാണ്, ഭീതിജനകമാണ്. HIV പകരുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. ഒന്നുകിൽ ലൈംഗിക ബന്ധത്തിലൂടെ, അല്ലെങ്കിൽ ഇപ്രകാരം മരുന്ന് കുത്തിവെക്കുന്നതിലൂടെ. ഇവർ യുവാക്കളാണ്. ഇവർ ആരോടെല്ലാം ബന്ധപ്പെട്ടിരിക്കും? ഇവർ ആർക്കെല്ലാം സിറിഞ്ച് വഴി മയക്കുമരുന്ന് കുത്തിവെച്ചിട്ടുണ്ടാകും? ആർക്കറിയാം? ലഹരി പദാർത്ഥങ്ങൾ വരുത്തിവെക്കുന്ന വിനകൾ എത്ര ഭീകരമാണെന്ന് ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. ജീവിതം തന്നെ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഈ ലഹരി മൂലം? സ്വന്തം ജീവിതം മാത്രമോ? ഇവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും? മക്കളുണ്ടെങ്കിൽ അവരുടെ ഭാവി എന്താകും? ഇതൊന്നും ആലോചിക്കാതെ യുവാക്കൾ സ്വയം നശിക്കുന്നത് കഷ്ടം തന്നെ. ചില ദിവസങ്ങളുടെ പരിശോധനയിലാണ് ഇത്രയും കണ്ടെത്തിയെങ്കിൽ ഇതിനോടകം തന്നെ ഇവർ ആർക്കൊക്കെ ഈ മരുന്ന് കുത്തിവെച്ചിട്ടുണ്ടാകും? ഇവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? ശരിക്കും ഇത് വാളാഞ്ചേരിയിൽ മാത്രമാണെന്ന് പറയുമ്പോൾ എത്ര ഭയാനകമാണ്. കേരളത്തിന് മറ്റ് ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാകും? ശരിക്കും വാസ്തവത്തിൽ കേരളീയ ജനത വളരെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കേട്ടില്ലേ മറ്റൊരു വാർത്ത? ഇടുക്കി പീരമേട്ടിൽ 12 വയസ്സുകാരന് കട്ടൻ ചായ ആണെന്ന് വിശ്വസിപ്പിച്ച് മദ്യം നൽകി. അതും 26 വയസ്സുള്ളൊരു യുവതി. അവർ എത്രമാത്രം മദ്യത്തിനടിമയായിരിക്കും? പുരുഷന്മാരെ പോലെ സ്ത്രീകളും ഇക്കാര്യത്തിൽ ഒട്ടും മോശക്കാരല്ല എന്ന് കാണിക്കുന്നതല്ലേ ഇന്നത്തെ വാർത്തകൾ പലതും. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ തിന്മയുടെയും എല്ലാ അനീതിയുടെയും തുടക്കം ലഹരിയിൽ നിന്നാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, അധാർമിക പ്രവൃത്തികൾ, സകല തിന്മകളും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, സകല കേസുകെട്ടും എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് 70-75% ലഹരി ഉപയോഗിക്കുന്നവരാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയരെ, ഈ ലഹരി ഒരു നിലയിലും മനുഷ്യന് ഗുണം ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിലെ അനേകം യുവതി-യുവാക്കൾ, പ്രത്യേകിച്ച് സ്കൂൾ, കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, വലിയൊരു ശതമാനം ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളാണ് എന്നുള്ള വസ്തുതയാണ് ഈ ദിനങ്ങളിൽ പുറത്തു വരുന്ന അനേകം വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാവുന്നത്. ലഹരി മനുഷ്യന് യാതൊരു നന്മയും വരുത്തിവെക്കുന്നില്ല എന്ന വസ്തുത ഇവരെങ്ങനെ ബോധ്യപ്പെടും? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന യുവതി-യുവാക്കളോട് വളരെ സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ദുശീലം ഒഴിവാക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കും. അതിലൂടെ നിങ്ങളുടെ കുടുംബവും സമൂഹവും നശിക്കാനായിട്ടിടവരും. ലഹരി പദാർത്ഥങ്ങൾ നമുക്കൊരു നന്മയും ചെയ്യുന്നില്ല, മറിച്ച് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കും, ആയുസ്സ് നശിപ്പിക്കും, പണം നഷ്ടപ്പെടുത്തും, കുടുംബം ദരിദ്രത്തിലേക്ക് മാറും, മാറാരോഗങ്ങൾ പിടിപെടും, സമൂഹത്തിൽ നിങ്ങളുടെ വിലയും നിലയും നശിക്കും, നിരാശ ബാധിച്ച് ആത്മഹത്യയിലേക്ക് പോകും, അപകട മരണം സംഭവിക്കാം, അക്രമം, കൊലപാതകം തുടങ്ങിയ കേസുകളിൽ കുടുങ്ങി ജയിലിലാകാൻ സാധ്യതയുണ്ട്. പ്രിയരെ, അതുകൊണ്ട് ഈ ലഹരി എന്ന മാരക വിപത്തിൽ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിവാകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കാനുള്ളത്. ഇതുവരെ ലഹരി ഉപയോഗിക്കാത്തവരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദുശീലം തുടങ്ങരുത്. ഇത് നിങ്ങൾക്ക് വലിയ ആപത്ത് വരുത്തി വെക്കും. ഇതൊരു ആസക്തിയാണ്, ഒരു പൈശാചിക ആസക്തിയാണ്. ഇതിൽ നിന്ന് മോചനം നേടാൻ, സ്വയം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾ അതിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ ആണ്ടുപോകും. അതുകൊണ്ട് പ്രിയരെ, ഈ ലഹരി മനുഷ്യന് ഒരു നന്മയും വരുത്തി വെക്കുന്നില്ല, ദോഷം മാത്രമാണെന്നുള്ള വസ്തുത നിങ്ങൾ തിരിച്ചറിയൂ. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി ഇതിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ 1-2 മാസങ്ങളിൽ നടക്കുന്ന ലഹരി മോചന ധ്യാനമുണ്ട്. ഡോക്ടർമാർ പരിശോധിച്ച് മരുന്ന് കൊടുക്കുകയും കൗൺസിലിംഗ് നൽകുകയും ചെയ്യുന്നു. ലഹരി വരുത്തി വെക്കുന്ന വിനകളെപ്പറ്റി ശക്തമായ ബോധ്യം അവർ നിങ്ങൾക്ക് നൽകും. ലഹരി ഒരു പൈശാചിക അടിമത്വമാണ്. ആ അടിമത്വത്തിൽ നിന്ന് സർവശക്തനായ ദൈവം നിങ്ങളെ മോചിപ്പിക്കും. ഈ വീഡിയോ കാണുന്നവർ കേരളത്തിലെ എല്ലാ യുവതി-യുവാക്കൾക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാളെങ്കിലും രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ.